ഹായ്. ഇന്നേ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഇത് കണ്ടില്ലേ, ഇതാണ് ഏഞ്ചൽ പോത്തോസ്. ഇത് ഞാൻ ടീപ്പോയിൽ വെച്ചിരിക്കുക കേട്ടോ. ഈ പോത്തുംകുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഏഞ്ചൽ പോത്തോസ്. ഇവരൊക്കെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഉള്ള ചെടികളാണ്. നമ്മുടെ ഡെയ്സിയും പിന്നെ ബിഗോണിയയും എല്ലാം. ഈ ബിഗോണിയൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമാണ് അതിൻ്റെ പൂക്കൾ. എന്തോ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം അതിനോട്. പിന്നെ വേറെ കുറച്ച് പേരറിയാത്ത ചെടികളും മരം പോലെ ഉണ്ടാവുന്ന ചെടികളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഞാനേ കുറച്ച് ബോഗൺവില്ല വെട്ടി കട്ടിങ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടു കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ചെറിയ പോട്ട്സാണ് എടുത്തിരുന്നത്. അതിൽ കുറച്ച് മെറ്റലൊക്കെ ഇട്ട് കൊടുത്തു, ബേബി മെറ്റൽ. ഇനി അതിൽ മണ്ണ് നിറച്ച് കമ്പുകളൊക്കെ അതിൽ വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, എല്ലാം നട്ട് വെച്ചിട്ടോ. ഞാൻ അവിടെ ഇരുന്ന് ഒരു മഴയൊക്കെ കൊണ്ട് നല്ല ഉഷാറായി ഉണ്ടായി വരട്ടെ, പുതിയ നല്ല തൈകളായിട്ട്. ഒരു കമ്പൊന്നുമല്ല, വെട്ടിയതിനെല്ലാം ഒരു 4-5 കമ്പ് ഒരുമിച്ചാണ് ഞാനൊരു പോട്ടിൽ വെച്ചിരിക്കുന്നത്. ഓരോന്നോരോന്നായി വയ്ക്കുമ്പോൾ ഒരുപാട് ചട്ടി വേണം. അപ്പോൾ അത്രയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച്, എന്നാലും ഒരു 10-20 ചട്ടിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ നല്ല ഉഷാറായി വളർന്നു വരും. കണ്ടില്ലേ, എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കണേ. ഇത് നമ്മുടെ ലണ്ടാന കുട്ടി. അതുമ്മേ എപ്പോഴും മഴയാണെങ്കിലും പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മഴ പെയ്താൽ നല്ല ശക്തിയായിട്ട് ഇങ്ങനെ മഴത്തുള്ളി കൊള്ളുമ്പോഴേ അതൊക്കെ കൊഴിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്നാലും എപ്പോഴും പൂവുണ്ടാവും. ഒരു കൊമ്പുമ്മിലെങ്കിലും പൂവുണ്ടാവും. നല്ല രസമാണ് മഴയത്ത് ഈ ചെടിയെ കൊണ്ടുള്ള ഒരു ഗുണം. അതാ, എപ്പോഴും പൂക്കൾ നമുക്കിങ്ങനെ കാണാൻ കണ്ണിന് നല്ല മനോഹാരിതയൊക്കെ നൽകി ഇങ്ങനെ നിൽക്കും. പിന്നെ എൻ്റെ കാറ്റ്സ് ക്ലൗ. ഇതുമ്പോൾ പൂവൊന്നുമില്ല, പക്ഷേ ചെടി കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയായിട്ട് എങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഇലച്ചെടിയാണ്. എൻ്റെ ലീവ്സൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ മഴയുള്ളപ്പോഴേ ഭംഗിയുള്ളൂ. മഴയില്ലാത്തപ്പോൾ മുറ്റത്ത് നല്ല വെയിലാണ്, അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോവും. ഇതെൻ്റെ ബോണിക്ക റോസ് കേട്ടോ. ബോണിക്ക റോസ് നല്ല ഭംഗിയുള്ള ഒരു റോസാണ്. ഒരു പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സാണ് അതിലുണ്ടാവുക. സ്മെല്ലൊന്നുമില്ല, നല്ല റോസിൻ്റെ ഒരു സ്മെല്ലൊന്നും ഇതിന് വരുന്നില്ല. പക്ഷേ കാണാൻ നല്ല സുന്ദരി കുട്ടി, നല്ല ഭംഗി, നിറയെ പൂക്കളുണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ പൂവ്. കണ്ടില്ല, നല്ല ഭംഗിയില്ലേ. ഇതെൻ്റെ ഒരു യൂഫോബിയ. അത് വിത്ത് വീണ് മുളച്ചതാണ്. ഇതിനെല്ലാവരും ബ്രഷ് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട്, എനിക്കിഷ്ടമാണ് അത്. അപ്പോൾ കുറച്ചെണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഞാൻ. പടർന്നു പിടിക്കുന്നതും കുറ്റിച്ചെടിയായി വളരുന്നതും അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. അത് ഏഞ്ചൽ പോത്തോസിനെ ഞാൻ അവിടെ ഇവിടെ എല്ലായിടം കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്താണ്, കലേഡിയമാണ് അങ്ങനെ ആ പേര്. നല്ല വലിയൊരു ചെടിയാണ്, കണ്ട. ഒരു കോർണറിൽ ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ആ ചെടി. ഇതും കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇത് സാൻസവേരിയ. ഇത് കുറച്ച് ഹൈറ്റുള്ള സാൻസവേരിയാണേ. പിന്നെ ഇതിൻ്റെ തൊട്ട് ചെറുതുമുണ്ട്. ഇത് എൻ്റെ ചെറുതാണ് കണ്ടോ. വലിയ സാൻസവേരിയയുടെ പകുതിയേ ഉള്ളൂ. ഇത് ഭംഗിയല്ലേ, പച്ചയും മഞ്ഞയും കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട്. ഈ ചെടി കണ്ടില്ലേ, ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുമോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നല്ല രസമുള്ളൊരു ചെടി, എനിക്ക് നല്ല ഇഷ്ടമാണ്. ബ്രൗണിഷ് ലീഫും ഓറഞ്ചും യെല്ലോയും ആയിട്ടുള്ള ഫ്ലവറും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി അതിന്. ഇതിന് കിഴങ്ങാണ് കേട്ടോ. അതിൻ്റെ കിഴങ്ങ് കുഴിച്ചിടുകയാണ് ചെയ്യുക. അതിൽ നിന്ന് മുളച്ച് വരുന്ന ആ തൈ എടുത്ത് വെച്ചാലും ഉണ്ടാവും, ഭംഗിയാണ്, നന്നായി ഉണ്ടായിക്കോളും. പിന്നെ നമ്മുടെ കാശ്മീരി റോസക്കുട്ടി. മഴ പെയ്തപ്പോൾ ആകെ വാടി തളർന്ന് നിൽക്കുക. പൂവിലൊക്കെ വെള്ളം കണ്ടോ, എല്ലാ പെറ്റൽസിലും വെള്ളം നിറഞ്ഞിട്ട്
അങ്ങനെ ഇത് നമ്മുടെ ബിഗോണിയ. എങ്ങനെ പോയാലും ബിഗോണിയാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം. ഇത് ചെറിയ മിനിയേച്ചർ ടൈപ്പ്, അതിൻ്റെ ലീവ്സ് കണ്ടില്ലേ, ചെറുത്, അതാണ് അതിൻ്റെ മിനിയേച്ചർ വാക്സ് ബിഗോണിയാണിത്. പിങ്ക്, നല്ല ഭംഗിയാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ ഫ്ലവേഴ്സ് എന്തൊരു രസമാണ് നോക്കിയേ, പിങ്കും വൈറ്റും യെല്ലോയും അതിൻ്റെ ലീവ്സിൻ്റെ ഗ്രീനും ഒക്കെ കൂടി സൂപ്പർ. അതിങ്ങനെ ഒന്നിച്ച് ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ അത് നന്നായി ഫ്ലവർ ചെയ്തിട്ടുണ്ടേ. മഴക്കാലം അവരുടെ ഒരു ഫ്ലവറിങ് സീസൺ തന്നെയാണ്. ഭയങ്കര രസം. എപ്പോഴും ഞാൻ വന്ന് നോക്കും അത്. പിന്നെ ഇത് അക്കിമിനസ്. ഇപ്പോൾ ഇങ്ങനെ നിറയെ മണ്ണിൽ, അത് വേനൽക്കാലത്തിൻ്റെ കിഴങ്ങൊക്കെ മണ്ണിൽ കിടക്കുന്നുണ്ടാവും, ചെറിയ ചെറിയ വിത്തുകൾ. അത് മഴ പെയ്തപ്പോൾ ഇപ്പം എല്ലാം മുളച്ചു വന്നതാ. നിറയെ മുന്നേ മണ്ണിൽ കിടന്നിരുന്നതൊക്കെ മുളച്ചു വന്നതാട്ടോ. അതാണ് ഇത് ഒറ്റ കളറേ എൻ്റെ കയ്യിലുള്ളൂ, ലാവൻഡറാണിത്. നല്ല ഭംഗിയാണ്, ഇത് നിറയെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ. നല്ല രസമുള്ള ഒരു ചെടി. ഇതാണ് അതിൻ്റെ ഫ്ലവേഴ്സ്, കണ്ടോ. ഇതും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇത് പണ്ട് സ്കൂളിലെ തോട്ടത്തിലുണ്ടായിരുന്നു, അവിടെ കണ്ട് മോഹിച്ചിരുന്നത് ഞാൻ. ഈ കുഞ്ഞ് മഞ്ഞ പൂക്കളായിട്ടുള്ള, നിറയെ പൂക്കളായിട്ടുള്ള, ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ എപ്പോഴും ഉണ്ടാവും. ഇതിന് സീസണൊന്നുമില്ല, എല്ലാ ടൈമിലും ഫുൾ ടൈം ഇതിൽ ഫ്ലവേഴ്സ് ആവുക. പക്ഷെ പെട്ടെന്ന് ഒടിഞ്ഞു പോകും, തൊടുമ്പോഴേക്കും ഒടിയും, അങ്ങനത്തെ ഒരു കമ്പതിന്. അങ്ങനെ എൻ്റെ ചെടികളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇനി എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും അറിയിക്കണം. അപ്പോൾ മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം.